MLA പദവിയിലിരിക്കുന്ന BJPയുടെ വി മുരളീധരൻ നടത്തിയ ആ പെരുമാറ്റത്തെ അങ്ങേയറ്റം അശ്ലീലമെന്നേ വിളിക്കാൻ സാധിക്കൂ. BJPയുടെ രാഷ്ട്രീയ അശ്ലീലം. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അംബേദ്കർ മെമ്മോറിയൽ സ്കൂളിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. കട്ടേല സർക്കാർ ട്രൈബൽ LP സ്കൂളിലെ പ്രവേശനോത്സവ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു സ്ഥലം MLA ആയ വി മുരളീധരൻ. പിഞ്ചു കുട്ടികൾക്ക് മുട്ടായി വിതരണം ചെയ്തത് MLA ആണ്. പൊട്ടിച്ച ഒരു പാക്കറ്റ് മിഠായിയുമായി MLA കുട്ടികൾക്ക് മുന്നിലെത്തി അവർക്ക് നേരെ നീട്ടുന്നു. ഒരു കുട്ടി അതിൽ നിന്നും മിഠായി എടുക്കാൻ തുടങ്ങുമ്പോൾ അത് അനുവദിക്കാതെ MLA ആ മിഠായി ഡെസ്കിൽ തട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കുട്ടികൾക്കെല്ലാം അവരുടെ മുമ്പിൽ ഡെസ്കിൽ മിഠായി കുടഞ്ഞ് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമായ നടപടി. എന്തുകൊണ്ടാണ് MLA കുട്ടികളുടെ കയ്യിൽ മിഠായി കൊടുക്കാഞ്ഞത് എന്ന ഗൗരവമായ ചോദ്യമാണ് ഉയരുന്നത്. MLAയുടെ ഈ നടപടിയുടെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. രൂക്ഷമായ വിമർശനമാണ് വി മുരളീധരനെതിരെ ഉയരുന്നത്. വീട്ടുമുറ്റത്തെ കുഴിയിൽ ഇലയിട്ട് കഞ്ഞി വിളമ്പി കൊടുത്തിരുന്ന കാലം കുരുന്നുകൾക്ക് മുന്നിൽ പുനരാവിഷ്കരിക്കുകയായിരുന്നു BJP MLA എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉയരുന്ന ചോദ്യം. അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തിയാണ്. കൊച്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ BJPക്ക് കഴിയൂവെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. മുരളീധരൻ്റേത് സവർണ മനോഭാവമാണ്. കൊച്ചുകുട്ടികൾക്ക് മുട്ടായി കയ്യിൽ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വാരി വിതറുകയാണ് ചെയ്തത്. കേരളത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച പ്രവൃത്തിയല്ലെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. സവർണ പാർട്ടിയെന്ന് സ്വയം അഭിമാനിക്കുന്ന BJPയുടെ തനി ഗുണം പുറത്തു വന്നുവെന്നാണ് വിമർശിക്കുന്നവരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. കുട്ടികളുടെ കയ്യിൽ മുട്ടായി കൊടുക്കുകയല്ലേ വേണ്ടിയിരുന്നത്? അതിൽ നിന്ന് MLAയെ പിന്തിരിപ്പിച്ചത് എന്താകാം? ആ കുട്ടികളെ തൊടാനുള്ള മടിയാണോ? അയിത്തബോധം മനസ്സിൽ വെച്ചുകൊണ്ടാണോ MLA ട്രൈബൽ സ്കൂളിലേക്ക് പോയത്? മനുസ്മൃതിയാണോ MLAയെ നയിക്കുന്നത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആരുടെയും മനസ്സിൽ ഉയരും. ഇതിന് BJP നൽകുന്ന വിശദീകരണം കുട്ടികൾക്ക് ഇഷ്ടം പോലെ എടുക്കാൻ വേണ്ടി ഡെസ്കിൽ മിഠായി ഇട്ട് കൊടുത്തു എന്നാണ്. എന്തായാലും അതങ്ങോട്ട് ദഹിക്കുന്ന ഒരു വിശദീകരണമായിട്ട് കാണാൻ കഴിയുന്നില്ല. ഒരെണ്ണമാണെങ്കിലും കുട്ടികളുടെ കൈകളിൽ വെച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അവരുടെ മനസ്സ് നിറഞ്ഞേനെ. ഇതിപ്പോൾ കൂടുതൽ കൊടുത്ത് അവരെ അവഹേളിക്കുന്ന പോലെയായി ഈ MLAയുടെ നടപടി. ഈ സംഭവത്തിന് പിന്നോക്കക്ഷേമ മന്ത്രി KA തുളസി ദൃക്സാക്ഷിയായിരുന്നു എന്നതും ഏറെ ഖേദകരമാണ്. ആ കുട്ടികൾ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ ക്ഷേമമാണല്ലോ മന്ത്രിക്കുള്ളത്. അപ്പോൾ അവരെ അവഹേളിക്കുന്നത് നോക്കി നിൽക്കാൻ അതേ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യവും പ്രസക്തമാണ്.